അങ്ങനെ ക്രിസ്മസൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അതിരമ്പുഴ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞാനും വിച്ചൂട്ടനും ദേവൂട്ടനും വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടികളുടെയൊക്കെ വീഡിയോ എടുക്കണം. അതുപോലെ തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഇഞ്ചിയും മുളകും ഒക്കെ നമുക്ക് പറിച്ചെടുക്കണമെന്ന് പറഞ്ഞു. കാന്താരി മുളക് നമ്മൾ മുഴുവൻ പറിച്ചെടുത്തിട്ടില്ല, ഒരു ഭാഗത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി പറിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഒരുപാടൊന്നുമില്ല, കുറച്ച് ഇഞ്ചി വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് പറിച്ചെടുക്കാം. അമ്മ വളർത്തുന്ന കോഴിയെ ഒത്തിരി ഒന്നുമില്ല, 5 കോഴിയേ ഉള്ളൂ. എനിക്ക് കോഴീനെ ഭയങ്കര ഇഷ്ടമാണ്, വിച്ചൂട്ടനും ഇഷ്ടം. ആദ്യം കുറച്ച് ഇഞ്ചി പറിച്ചു, പിന്നെ ഇനി അടുത്ത സ്ഥലത്ത് നിന്ന് ഇഞ്ചി പറിക്കാൻ പോവുക. ഞങ്ങൾക്ക് ഇഞ്ചിയും മുളകും പറിക്കാൻ ഇഷ്ടമാ, പറമ്പിൽ കൂടെ നടക്കാനും ഇഷ്ടമാ. ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരുന്നപ്പം വിച്ചൂട്ടനും ദേവൂട്ടനും ഓടി വന്ന കേട്ടോ. അവർക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്, അവരുടെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ സൗണ്ടൊക്കെ കൊടുത്തതാണ്. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല. ഉള്ള സ്ഥലത്ത് അമ്മ ഇങ്ങനെ ഗ്രോ ബാഗിലും പിന്നെ ഡയറക്റ്റ് മണ്ണിലും ചാക്കിലും എല്ലാം ആയിട്ടിങ്ങനെ ഇഞ്ചിയും മഞ്ഞളും ഇതേമാതിരി കപ്പ, ചേമ്പ്, ചേന, പിന്നെ കാന്താരി മുളക്, കുരുമുളക്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ, പിന്നെ നിത്യവഴുതന, പാവൽ, കോവൽ, അങ്ങനെ പയർ, അങ്ങനെ കുറേ സാധനങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ഇത്രയും ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം. അടുത്ത് പിന്നെ നമ്മൾ മുളക് പറിച്ചെടുക്കാൻ വേണ്ടി പോവുക. അപ്പം അമ്മ പറഞ്ഞു അതിന് മുമ്പ് കുറച്ച് ചോടേണ്ടേ വെച്ചിട്ടുള്ളൂ മഞ്ഞൾ, നമുക്കതും കൂടെ അങ്ങ് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളതെടുക്കും കേട്ടോ. ഒരുപാടൊന്നുമില്ല,
നമുക്കത് മഞ്ഞൾപ്പൊടി ആക്കാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല, വളരെ കുറച്ച് ജോഡേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് ഇത്രയും മുളക് കിട്ടി. ഇനിയും വേറെ പറിക്കാനുണ്ടായത് നമ്മൾ പറിച്ചില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.